സിന്ദുരാസിന്റെ ഹെൽത്ത് ബോംബ്. ഞാനിട്ട പേരല്ല, കസ്റ്റമേഴ്സ് ഇട്ട പേരാണ്. ഇത് നമ്മുടെ ഹെൽത്ത് ബോംബ് നമ്പർ 2. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ തിരുവല്ലയുടെ ഹെൽത്ത് ബോംബ് അഥവാ ഹെൽത്ത് പാക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. മുരിങ്ങയില പൊടിയാണ്. മുരിങ്ങയില നമ്മൾ മിഷനിലല്ല, വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. ഇത് മുരിങ്ങയിലയുടെ സൂപ്പാണ്. മുരിങ്ങയില പൊടി എത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കി. ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ 2 എണ്ണം ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ ഷുഗർ ഡൗൺ ആവുന്ന സമയത്ത് അവർക്ക് കഴിക്കാം. നല്ല പാക്കിങ്ങിലാണ് നമ്മൾ. തിരുവല്ലയുടെ 2ാമത്തെ ഹെൽത്ത് ബോംബാണ്, ഹെൽത്ത് ചോക്ലേറ്റ് ആണ് ഇത്. ഇതിനകത്ത് ഒരുപാട് നട്ട്സുകളൊക്കെ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നതേ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ ഒരു വീട്ടമ്മ വീട്ടിൽ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന അറിയട്ടെ. നിങ്ങളോ വാ. സിഗ്നേച്ചർ ഐറ്റംസ് ആരും വാങ്ങിക്കാത്ത, ആരും ഉണ്ടാക്കാത്ത ടൈപ്പ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. പിന്നെ കെമിക്കൽസ് ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല. അതുകൊണ്ട് പ്രത്യേകം ഒരു സെറ്റ് ഓഫ് ബയേഴ്സ് ആണുള്ളത്. ഡോക്ടേഴ്സും കുറച്ച് ഇതിനെപ്പറ്റി അറിയില്ല. തിരുവല്ല മഞ്ഞാടി ആമല്ലോ. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സിന്ദുരാസിന്റെ ഹെൽത്ത് ബോംബ്. ഞാനിട്ട പേരല്ല, കസ്റ്റമേഴ്സ് ഇട്ട പേരാണ്. ഇതിനകത്ത് ഡേറ്റ്സ്, കാഷ്യൂ, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ഒരു പെട്ടെന്ന് അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള പ്രോട്ടീനും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ധാരാളം ഓർഡേഴ്സ് ഉണ്ട്. ആസാമിനൊക്കെ ഓർഡേഴ്സ് ഉണ്ട്. ഇത് പ്രസ് ചെയ്യുന്നൊരു ഡിവൈസ് ഉണ്ട്. അത് എല്ലാവർക്കും ഒന്നും ഇല്ല. അതിവിടെ എനിക്ക് ഹസ്ബൻഡ് ചെയ്ത് തന്നതാ. ഇത് നമ്മുടെ ഹെൽത്ത് ബോംബ് നമ്പർ 2. ഇത് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഇതുപോലെ തന്നെ എല്ലാവരും ക്യാരി ചെയ്യുന്നുണ്ട് സ്കൂളിൽ സ്നാക്സ് ആയിട്ടൊക്കെ. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി വരും. ഇതിനകത്ത് എല്ലാത്തരം നട്ട്സും സീഡ്സും എല്ലാം ഉണ്ട്. ഇത് ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, 3 ഐറ്റംസും. ഇത് ആക്ച്വലി സിഗ്നേച്ചറോ, ഇതാരും ചെയ്യുന്നില്ല. എല്ലാവരും തേൻ മാത്രം ഒഴിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നട്ട്സ് ഇൻ ഹണി എന്ന് പറയും. ലേറ്റസ്റ്റ് ആണല്ലോ നട്ട്സ് ഇൻ ഹണി. അത് പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് പാക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പും നിൽക്കാറ്. നമ്മളെല്ലാം കൊറിയർ അയക്കുവാണല്ലോ മെയിനായിട്ട്. ഇതിനകത്ത് എല്ലാ നട്ട്സും ഉണ്ട്. പിന്നെ കോക്കനട്ട് ചിപ്സ് ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്, എല്ലാ പൈനാപ്പിളിൻ്റെ ഒക്കെ ആയിട്ട്. അത് എൻ്റെ ബ്രാൻഡ് നെയിമാണ് സിന്ദുരാസ്. അതായത് എൻ്റെ സാറാസ് എന്നായിരുന്നു. അപ്പം സാറാസ് കുറേ ഉണ്ടല്ലോ. അപ്പം ഞാൻ 2 ഇസഡിൻ്റെ നടുക്ക് എൻ്റെ ഇന്ദിര എന്നുള്ള പേരിട്ടാണ് സിന്ദുരാസ് എന്നാക്കി. നമ്മുടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ 10-200 പ്രോഡക്ട്സ് ഉണ്ട്. അത് ഓരോന്നും പരീക്ഷണം ചെയ്ത് കൂടുതൽ പ്രോഡക്ട്സിലോട്ട് വന്നതാണ്. അപ്പം നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മൾ ഇതിനകത്ത് ലോക്ക്ഡൗൺ ആയിപ്പോയല്ലോ. അപ്പോൾ ചക്കയുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ടാക്കി അത് ഓൺലൈനിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ട് കുറേ ഓർഡേഴ്സ് വന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരുവിധം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചക്ക തീർന്നു പോകുമല്ലോ. അപ്പോൾ പിന്നെ ബനാന, മാങ്ങ, അച്ചാറുകൾ, അങ്ങനെ പല സാധനങ്ങൾ തുടങ്ങി. ചക്കയുടെ തന്നെ ഒരു 10-30 ഐറ്റംസ് ഇപ്പം നമ്മൾ ഷെൽഫ് ലൈഫ് ചെയ്യുന്നുണ്ട്. ചക്ക വരട്ടി, ചക്ക അലുവ, ചക്ക പൊടി, പിന്നെ ചക്ക ഉണങ്ങിയ ചക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബനാന ഫിഗ്, ചോക്ലേറ്റ്സ് പലതരം. ഇത് മില്ലറ്റ് കുക്കീസാണ്. ഇത് റാഗിയും ബീട്രൂട്ടും ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇത് കുട്ടികൾക്കാണ് മെയിനായിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ ഷുഗർ ചേർക്കത്തില്ല, ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. ഇത് നല്ലപോലെ ഓർഡേഴ്സ് ഉണ്ട്. എല്ലാം വെളിയിലോട്ട് ബാംഗ്ലൂർ, ആസാം, ഗോവയൊക്കെയാണ് കൂടുതലും പോകുന്നത്. ഇത് അട്ടപ്പാടിയിൽ നിന്നും സ്പെഷ്യൽ എള്ള് വരുത്തി, അത് ഭയങ്കര ക്ലീനായിട്ടാണ് വരുന്നതെങ്കിലും നമ്മൾ ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് മുളപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് എടുത്ത് എള്ളുണ്ട ഉണ്ടാക്കുന്നത്. ഇതും ഡേറ്റ്സ് ആണ്. ഇതിനകത്ത് ശർക്കരയും ഇല്ല, പഞ്ചസാരയും ഇല്ല, ഒന്നുമില്ല. ഇവിടുന്ന് ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യായിരുന്നു കുറേ വർഷങ്ങളായിട്ട് എല്ലാ രാജ്യത്തേക്കും. അവിടെ നിർത്തി ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ചക്ക വെച്ചിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് സൈഡിൽ കൂടി ഫുഡ് ബിസിനസ്സും കൂടെ ചെയ്യുന്നത്. ചക്ക ഹൽവയിലാണ് നമ്മൾ നട്ട്സൊക്കെ ചേർക്കുന്നത്. ഇത് ചക്ക വരട്ടി. നമ്മൾ ശർക്കര, സാധാരണ ശർക്കരയല്ല ഉപയോഗിക്കുന്നതിന്, ജാഗരി പൗഡറാണ്, പാരീസിൻ്റെ ജാഗരി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നെയ്യ്, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നിറയെ പ്ലാവുണ്ട്. നല്ല വരിക്കച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. വരിക്കച്ചക്ക, നെയ്യും ജാഗരിയും ആണ് ഉപയോഗിക്കുന്നത്. ഇത് ചക്കയുടെ പെക്റ്റിനാണ്, ചക്കയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കുക്കീസിനൊക്കെ ഉപയോഗിക്കുന്നത്, ബൈൻഡിങ്ങിന് വേണ്ടി. അല്ലാതെ തന്നെ ഭയങ്കര ഹെൽത്തിയാണ്. ചക്ക ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ ചക്ക കറി ഉണ്ടാക്കത്തില്ലേ, കുഴയ്ക്കുന്ന അത്രയ്ക്കും ചെറുതായിട്ട് അതേപോലെ തന്നെ അരിഞ്ഞിട്ട് മിഷനിൽ ഡീഹൈഡ്രേറ്റ്. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് ഒറിജിനലായിട്ട് പഴയ ഫോമിലോട്ട് വരും. പിന്നെ നമ്മൾ കറി വയ്ക്കാം. ഇത് നല്ല ചക്ക നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട്
ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൊടിച്ച് എടുക്കുന്നതാണ്. ഇതിപ്പം എല്ലാവരും മെഡിസിനൽ വാല്യൂ ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. കാര്യം കീമോയുടെ ആഫ്റ്റർ ഇഫക്റ്റ് മാറാനായിട്ട് കുറച്ച് സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നെക്സ്റ്റ് ഇയർ ചക്ക വരുന്നത് വരയ്ക്കും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത ചക്ക നമ്മൾ ഡീഹൈഡ്രേറ്റ് വെച്ചതാണ്. ഇത് കേക്കിനും ഹൽവയ്ക്കും പിന്നെ നമ്മൾ ഐസ്ക്രീമിനും പുഡിങ്ങിനും അല്ലാതെ തന്നെ ചക്ക കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കല്ലോ, പായസമൊക്കെ, അതിനൊക്കെ ഉപയോഗിക്കാം. കോഫി പൗഡറാണ്. ചക്കക്കുരുവിൻ്റെ ആ പുറത്തെ സ്കിൻ മാത്രം കളഞ്ഞിട്ട് നമ്മളത് പൊടിയാക്കിയിട്ട് പിന്നീടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ പൊടിക്കുമ്പോൾ ഒരു യൂസിലൊക്കെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ കരി വരുന്നു കാർബൺ. നമ്മൾ പൊടിച്ചിട്ട് റോസ്റ്റ് ചെയ്യും. ഇത് 4 തരത്തിൽ കഴിക്കാം. ഇത് ഷുഗറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പുതിന ചേർത്ത്, ലൈം ചേർത്ത്, അല്ലാതെ പ്ലെയിനായിട്ട്, പിന്നെ കോഫി പോലെ തന്നെ പാലൊഴിച്ച് കോഫി ആയിട്ട് കുടിക്കാം. ചക്കക്കുരു ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ചക്ക പോലെയാവും. അല്ലാതെ തന്നെ ഇത് ചക്കക്കുരു വെച്ച് പാൽപ്പായസം അങ്ങനെ കുറേ അധികം അച്ചാറുകൾ ഒക്കെ ഉണ്ട്. ഇത് ചക്കയുടെ അച്ചാറുകളാണ്. ഇത് ചെണ്ടർ ചക്കയല്ലേ, കൊത്തൻ ചക്ക വെച്ചിട്ട് ഉള്ള അച്ചാറ്. ഇത് കുറച്ചുകൂടെ വിളഞ്ഞ ചക്കയുടെ അച്ചാറ്. കാന്താരിയും ഉണക്കമുന്തിരിയും വെച്ചുള്ള അച്ചാറാണ്. ഇതൊക്കെ എല്ലാം വെളിയിലോട്ട് കൊണ്ടുവരാം. അത് ശരിക്കും പറഞ്ഞാൽ തിരുവല്ലക്കാർക്കൊന്നും അറിയത്തില്ല, ഇപ്പോഴാണ് അറിയുന്നവർക്ക്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ സ്ക്വാഷാണേ. കുറേയധികം പ്രയോജനങ്ങളൊക്കെയാണ് പറയുന്നത്. ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളും, പിന്നെ ബ്രെയിനിൻ്റെ റിലാക്സേഷന്, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ വളർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ വിൽക്കുന്നുണ്ട്. ഇത് ഒരു 1/4 ഗ്ലാസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ഇതിനകത്ത് ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നാരങ്ങാ നീര് ഒഴിച്ച് കുടിക്കാം. അപ്പോൾ ഇതിന് പിങ്ക് കളറായി മാറും. അടുത്തായിട്ട് നമുക്ക് അച്ചാറുകൾ നോക്കാം. ഇത് വെള്ള അച്ചാറാണ്. ഇത് പൈനാപ്പിള്, അതിൽ പട്ട, ഗ്രാമ്പൂ, പിന്നെ ചില്ലി ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നെല്ലിക്ക, ഇത് കുക്കുംബർ, പൈനാപ്പിൾ, ക്യാരറ്റ്, ബീട്രൂട്ട്. ഇത് മുരിങ്ങയില ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മുരിങ്ങയിലയിൽ നിന്നാണ് എടുക്കുന്നത്. വാഷ് ചെയ്ത് ഡീഹൈഡ്രേറ്റഡ് മെഷീൻ എടുത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യും. ഇത് മുരിങ്ങയില പൊടിയാണ്. മുരിങ്ങയില നമ്മൾ മെഷീനിലല്ല, വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ്. ഇത് മുരിങ്ങയിലയുടെ സൂപ്പാണ്. മുരിങ്ങയില പൊടി എത്ര ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ മുരിങ്ങയിലയുടെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കും. സൂപ്പിനകത്ത് പലതരം ധാന്യങ്ങളുണ്ടാവും. മുരിങ്ങയില സൂപ്പിൽ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ്, ജീരകം, ഉലുവ, ഇത്രയും സാധനങ്ങളും കഴുകി ഉണക്കി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. 2 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാൻ മതി. ഇത് അവലോസ് പൊടിയാണ്, സാധാരണ അവലോസ് പൊടി. പക്ഷെ നമ്മൾ തേങ്ങയൊക്കെ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇത് കണ്ടിന്യൂസ് ഓർഡറാണ്, എപ്പോഴും റെഡിയാക്കി. ഇത് സവാളയാണ്. സവാളയും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഞാൻ ഡീഹൈഡ്രേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഒറിജിനൽ ഫോം റീഗെയിൻ ചെയ്യും. പിന്നെ എണ്ണ അധികം വേണ്ട നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട്. ഇത് ജാതിക്കയുടെ മൗത്ത് ഫ്രഷ്നറാണ്. ജാതിക്ക ഷുഗർ ഇട്ടിട്ട് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചക്കയും ചക്കക്കുരുവും ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് മില്ലറ്റിൻ്റെ അവലോസ് പൊടിയാണ്. നമ്മൾ ഈ അരിയുടെ അവലോസ് പൊടി ഉണ്ടാക്കുമല്ലോ, അതുപോലെ 4 തരം മില്ലറ്റ് മുളപ്പിച്ചിട്ട് അത് തേങ്ങയൊക്കെ ചേർത്ത് അവലോസ് പൊടി പോലെ തന്നെ ഉണ്ടാക്കിയാണ്. നമ്മൾ അവലോസ് പൊടി തിന്നുന്ന പോലെ തന്നെ പഴമൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റും. ഇത് എൻ്റെ പാക്കിംഗ് എല്ലാം ഇങ്ങനെയാണ്. വെറുതെ ഇതിനകത്തോട്ട് പൊടിയൊന്നും കോരിയിടുന്ന പരിപാടിയല്ല. ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്ത് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടാണ് എല്ലാ ഐറ്റംസും പാക്ക് ചെയ്യുന്നത്. മില്ലറ്റിൻ്റെ കഞ്ഞിയാണ്. 4 തരം മില്ലറ്റ്, അത് മണിച്ചോളമൊക്കെ നമ്മൾ മണിച്ചോളം റാഗി എല്ലാം കുതിർത്ത് മുളപ്പിച്ച് പിന്നെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് പൊടിച്ചതാണ്. ഇതിനകത്ത് വെളുത്തുള്ളി, ചുമന്നുള്ളി, ഉലുവ, ചെറുപയർ, വൻപയർ, ഉഴുന്ന്, മല്ലിയില, കറിവേപ്പില, സകല സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ്
വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിലിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നല്ല സൂപ്പർ കഞ്ഞിയായിട്ട് വരും. ചിലരൊക്കെ ഇത് പാലൊഴിച്ചും കുടിക്കും. ഞങ്ങളൊക്കെ കുറേ ആൾക്കാർ കറികളൊക്കെ കൂട്ടി തന്നെ കഴിക്കും. നല്ല ഡിമാൻഡാണ്, അത് കണ്ടിന്യൂസ് ഓർഡറാണ്. ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കി വെക്കും. റാഗി നമ്മൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് കഴുകി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. കുട്ടികൾക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വേപ്പിലക്കട്ടിയാണ്. പണ്ടൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു വേപ്പിലക്കട്ടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വേപ്പിലക്കട്ടി എന്ന് പേരെങ്കിലും നാരങ്ങയുടെ ഇലയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് കിട്ടിയാൽ അത് മതി. ഇതിന്റെ ഉപയോഗം എന്തോ? ഉപയോഗം ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ എല്ലാം ഈ നല്ലെണ്ണ ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് കഴിക്കുമല്ലോ, അതാണ് പരിപാടി. മണിച്ചോളം അരിപ്പൊടിയുമാണ്. ഇത് പുട്ടിന്, ദോശയ്ക്ക് എല്ലാം നല്ലതാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോയും അരിപ്പൊടിയും കൂടിയാണ്. അരിപ്പൊടി നമ്മൾ പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുന്നത്. അത് കുറേ ഓർഡേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ. ഇത് ബനാന പൗഡറാണ്. നമ്മുടെ കണ്ണൻകായ ഇല്ലേ, കണ്ണൻകാ കുട്ടികൾക്കുള്ളത്. കണ്ണൻകാ ഉണക്കി പൊടിച്ചത് 6 മാസത്തിന് മുതൽ കൊടുക്കാൻ പറ്റും. ഇത് റാഗി കൊണ്ടുള്ള അച്ചപ്പമാണ്. നമ്മൾ കൂടുതലും മില്ലറ്റ്സും ഇവിടെ മൈദ ഉപയോഗിക്കത്തില്ല. വീട്ടിൽ മൈദ മേടിക്കാറില്ല, പ്രിസർവേറ്റീവ്സ് ഒന്നും മേടിക്കാറില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതാണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ്, ഏതാണ്ട് ഈ ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളും ഇത് സിൻഡ്രാസിന്റെ ഹെൽത്തി പ്രോഡക്റ്റുകളാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതാണ്ട് തിരുവല്ലയുടെ ഹെൽത്ത് ബോംബ് അഥവാ ഹെൽത്ത് പാക്ക് എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ഓർഡർ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. തിരുവല്ലയുടെ രണ്ടാമത്തെ ഹെൽത്ത് ബോംബാണ്, ഹെൽത്ത് ചോക്ലേറ്റ് ആണ് ഇത്. ഇതിനകത്ത് ഒരുപാട് നട്ട്സുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അടികൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുക. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഹെൽത്ത് ബോംബ് എന്ന് പറയുന്നത്. തിരുവല്ലയുടെ സ്വന്തമാണ് കേട്ടോ. തിരുവല്ലയിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലും എത്തിക്കുന്നതായിരിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. കീടിലം പ്രോഡക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.